ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമാണ് ബംഗാൾ സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ ഇന്ന് വരെ കണ്ടിട്ട് ഇന്ത്യയിൽ കാണാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പൊ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് മറ്റേ ഇലക്ഷനിൽ വിജയിച്ചു വന്ന കക്ഷിക്ക് നിലവിലുള്ള കക്ഷി തോറ്റിട്ട് പോലും ഇത് രാജ്യം വെച്ചു കൊടുക്കുക, രാജ്യം വെക്കില്ല എന്ന് പറയുന്നത്. അത് ഒരു മമതയുടെ തെറ്റല്ല. ഒരു മമത ഒരു പക്ഷേ അത് പെട്ടെന്നെടുത്ത തീരുമാനമല്ല. അത് ഭരണഘടനാപരമായി പാലിക്കേണ്ട പല മറ്റേ കാര്യങ്ങളിലും നമ്മൾ ഈ സാഹചര്യങ്ങൾ കാണുന്ന തെറ്റായ കീഴ്വഴക്കങ്ങളുടെ ഒരു പ്രവണത മാത്രമായിട്ടാണ് ഇത് കാണാൻ നമുക്ക് കഴിയുന്നത്. എന്തുകൊണ്ടും മമത രാജി വെച്ചില്ല എന്ന് ചോദിച്ചാൽ ആ രാജിവെക്കാത്ത കാരണം ചോദിക്കുമ്പോൾ തിരിച്ച് മമതയ്ക്ക് ചോദിക്കാൻ 100 കാര്യങ്ങളുണ്ട്. അതിനൊന്നും ഉത്തരം പറയാൻ വ്യക്തമായ കാരണങ്ങൾ ചിലപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമവ്യവസ്ഥ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ജനങ്ങൾക്ക് ഭരണഘടനയിലും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയിലുമുള്ള പ്രശ്നങ്ങൾ അവർ സങ്കീർണമാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്ക് ഒരു സുതാര്യത വരുത്തിക്കൊണ്ട് ഫെഡറൽ ഭരണഘടന നിലനിർത്തണം എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന വിഷയങ്ങൾ നിലനിർത്തണം എന്നുള്ളതിൽ ഒരു കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമാണ് ബംഗാൾ സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ച് ഇതുപോലുള്ള 2 ഭാഗത്തും ഉള്ള തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒരു ജനാധിപത്യ മര്യാദ കാംക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും പറയാനുള്ളതാണെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമാണ്.